ഹായ് ഗായ്സ്, നമ്മൾക്കിന്ന് ചരിത്രപ്രസിദ്ധമായ എടത്വ പള്ളിയിലൊന്ന് പോയാലോ? ആലപ്പുഴ ജില്ലയിലാണ് ഈ ഒരു പള്ളി സ്ഥിതി ചെയ്യുന്നത്. നമ്മൾ എല്ലാ വർഷവും എടത്വ പള്ളിയിൽ എന്തായാലും മസ്റ്റായിട്ട് വിസിറ്റ് ചെയ്യാറുണ്ട്. പ്രാർത്ഥിക്കാനും നേർച്ചയിടാനൊക്കെ ഇടയ്ക്കിടയ്ക്കൊക്കെ പോകാറുമുണ്ട്. എടത്വയ്ക്ക് നമുക്ക് പോയാലോ? നമ്മൾ എല്ലാ വർഷവും ബോട്ടിനാണ് കയറി പോകുന്നത്. ബോട്ടിൽ പോവുകയാണെങ്കിൽ നമുക്കൊരു പ്രത്യേകത എന്ന് വെച്ചാൽ നമുക്ക് പ്രകൃതി ഭംഗിയൊക്കെ നന്നായിട്ട് ആസ്വദിക്കാം. പക്ഷേ ബോട്ടില്ലായിരുന്നു. കുറേ നേരം ഞങ്ങൾ ജെട്ടിയിലൊക്കെ നോക്കിയിരുന്നു. പക്ഷേ ബോട്ട് കിട്ടാത്തതുകൊണ്ട് ഞങ്ങൾ ബസ്സിനാണ് കയറി പോകുന്നത്. ബസ്സിലും നല്ല രസമുണ്ടായിരുന്നു. പ്രകൃതി ഭംഗിയൊക്കെ ആസ്വദിച്ച് നമ്മളിങ്ങനെ പോയി. അതിനുശേഷം ഞങ്ങൾ എടത്വ പള്ളിയിൽ എത്തിയിട്ടുണ്ട്. ഞാനും അമ്മയും കൂടെയാണ് പോയത്. എടത്വ പള്ളിയെപ്പറ്റി അറിയാത്തവർക്ക് വേണ്ടിയിട്ട് ഞാൻ ജസ്റ്റ് ഒരു ഇൻട്രൊഡക്ഷൻ പോലെ ഒന്ന് പറയാം. കേരളത്തിലെ ആലപ്പുഴ ജില്ലയിൽ കുട്ടനാട്ടിലെ ഒരു ഗ്രാമമായ എടത്വയിൽ സ്ഥിതി ചെയ്യുന്ന പ്രമുഖ ക്രൈസ്തവ ദേവാലയമാണ് സെൻറ്റ് ജോർജ് സീറോ മലബാർ കത്തോലിക്ക പള്ളി. സീറോ മലബാർ കത്തോലിക്ക സഭയുടെ ചങ്ങനാശ്ശേരി അതിരൂപതയിൽപ്പെട്ട ഈ പള്ളി 1810 സ്ഥാപിക്കപ്പെട്ടതാണ്. പമ്പാ നദിക്കരയിൽ സ്ഥിതി ചെയ്യുന്ന ഈ പള്ളിയുടെ വാസ്തുശില്പശൈലി വളരെ മനോഹരമാണ്. മധ്യകാല യൂറോപ്യൻ ദേവാലയങ്ങളെ ഓർമ്മപ്പെടുത്തുന്നതാണ് ഇതിൻ്റെ നിർമ്മാണം. പെരുന്നാളിന് കൊടി കയറുന്നതോടെ സ്വർണ്ണാലങ്കൃതമായ വിശുദ്ധ ജോർജിൻ്റെ തിരുസ്വരൂപം പള്ളിയുടെ മധ്യത്തിലുള്ള വേദിയിൽ പ്രതിഷ്ഠിക്കും. കേരളത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും തമിഴ്നാട്ടിൽ നിന്നും ധാരാളം ഭക്തജനങ്ങൾ ഇവിടെ എത്താറുണ്ട്. എല്ലാ വർഷവും ഏപ്രിൽ 27 മുതൽ മെയ് 14 വരെയാണ് വിശുദ്ധ ഗീവർഗീസിൻ്റെ പെരുന്നാൾ എടത്വ പള്ളിയിൽ കൊണ്ടാടുന്നത്. മെയ് 3 ദേവാലയത്തിൻ്റെ പ്രധാന കവാടത്തിൽ പ്രതിഷ്ഠിക്കുന്ന തിരുസ്വരൂപം മെയ് 14 വരെ പൊതുവണക്കത്തിനായി ദേവാലയ കവാടത്തിൽ ഉണ്ടാകും. മെയ് 7 പ്രധാന തിരുനാൾ ദിവസം ദേവാലയത്തിന് ചുറ്റും നടത്തപ്പെടുന്ന പ്രദക്ഷിണം തമിഴ്നാട്ടിൽ നിന്നുമുള്ള ഭക്തരുടെ നേതൃത്വത്തിൽ ആണ്. മെയ് 14 പട്ടണത്തിൽ സ്ഥാപിച്ചുള്ള കുരിശടി വരെയുള്ള പ്രദക്ഷിണത്തോടെ തിരുനാൾ സമാപിക്കുന്നു. എടത്വ പള്ളി വെടിക്കെട്ട് പ്രസിദ്ധമാണ്. ആലപ്പുഴ ജില്ലയിലെ വലിയ ആഘോഷമായുള്ള പെരുന്നാളും തീർത്ഥാടനം നടത്തുന്നതുമായ ക്രൈസ്തവ ദേവാലയമാണ് എടത്വ. ഇത്രയാണ് നമുക്ക് എടത്വ പള്ളി എന്ന് പറയുമ്പോൾ നമുക്ക് നിങ്ങൾക്ക് അറിയാത്തവർക്ക് വേണ്ടി പറഞ്ഞു തരാൻ പറ്റുന്ന കാര്യങ്ങൾ. എല്ലാ വർഷവും നമ്മളേതായാലും മുടങ്ങാതെ പോകാറുണ്ട്. അതിന് വലിയൊരു കാര്യം എന്ന് വെച്ചാൽ നമ്മൾ കൂടുതലും കുട്ടനാട് പ്രദേശങ്ങൾ ആയതിനാൽ നമുക്ക് ഒരുപാട് ഈ പാമ്പിൻ്റെ ശല്യം ഒരുപാട് വരുന്നുണ്ട്. പക്ഷേ എടത്വ പള്ളിയിൽ പോയി നേർച്ചയിട്ട് പ്രാർത്ഥിക്കും. നമുക്കതൊരു വിശ്വാസമാണ്. ഗീവർഗീസ് എന്ന് പറയുമ്പോൾ തന്നെ എല്ലാവർക്കും അറിയാമല്ലോ, അത് ഞാൻ പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമൊന്നുമില്ല. അപ്പോൾ നമ്മൾ എന്തായാലും മുടങ്ങാതെ എടത്വ പള്ളിയിൽ പോയി പ്രാർത്ഥിച്ച് നേർച്ചയിടാറുണ്ട്. പ്രത്യേക ഒരു ഫീലാണ്. നമ്മളെന്തായാലും വരുമ്പോൾ തന്നെ നമ്മൾ ഈ കല്ല് ദേവാലയത്തിന് ചുറ്റും നടന്ന് നേർച്ചയായിട്ട് അത് ചെയ്യും. പിന്നെ ഈ ഒരു കൽക്കുരിശ് തൊട്ട് പ്രാർത്ഥിക്കും. ഇതിനെന്തോ ബാധ അങ്ങനെ, അതായത് നമ്മുടെ ഉള്ളിലെ തിന്മയായിട്ടുള്ള ശക്തികളൊക്കെ പോകും ഇതിനോട് പ്രാർത്ഥിച്ചാൽ, അങ്ങനെയൊക്കെയാണ് പറയുന്നത്. നമ്മൾ കല്ലെടുത്തിട്ട് നമ്മുടെ പ്രാർത്ഥിച്ച് നമ്മൾ ദേവാലയത്തിന് ചുറ്റും പ്രതിഷ്ഠിച്ചിട്ടുണ്ട്. അങ്ങനെ പിന്നെ നമ്മൾ പള്ളിയിൽ കയറി പ്രാർത്ഥിച്ചു, നേർച്ചയൊക്കെ ഇട്ട് കുറേ നേരമൊക്കെ പള്ളി പ്രാർത്ഥിച്ചു. നമ്മൾ ചെന്നപ്പോൾ തമിഴ് കുർബാനയായിരുന്നു അവിടെ നടന്നുകൊണ്ടിരുന്നത്. മലയാളം കുർബാന 5:30 ശേഷമുള്ളായിരുന്നു. അപ്പോൾ പിന്നെ നമുക്കത് കൂടാൻ പറ്റിയില്ല. നമ്മൾ തമിഴ് കുർബാനയിലും കുറേ നേരം ഇരുന്ന് കണ്ടു. കൂടുതലും തമിഴ്നാട്ടിൽ നിന്നുള്ള വിശ്വാസികളായിരുന്നു ഒരുപാട് പേര് വന്നിട്ടുണ്ടായിരുന്നത്. ഒത്തിരി അധികം ആൾക്കാരുണ്ടായിരുന്നു. നമ്മുടെ നാട്ടിലെ ആൾക്കാരെക്കാളും കൂടുതൽ തമിഴ്നാട്ടിൽ നിന്നുള്ള ആളുകളാണ് വന്നിട്ടുണ്ടായിരുന്നത്. കൂടുതലും ഇവിടെ തമിഴ്നാട്ടിൽ നിന്നുള്ള ആൾക്കാരും അതുപോലെ തന്നെ നമ്മുടെ ആലപ്പുഴ ജില്ലയിലെ വേറെ സ്ഥലങ്ങളിൽ നിന്നും, അതായത് വേറെ ജില്ലകളിൽ നിന്നും, തിരുവനന്തപുരം, കൊല്ലം ആ സൈഡിൽ നിന്നൊക്കെ ഒരുപാട് ആൾക്കാർ വന്ന് പ്രാർത്ഥിക്കാറുണ്ട്. പിന്നെ നമ്മൾ നേർച്ചയൊക്കെ ഇട്ട് ഇറങ്ങി. പിന്നെ ഒരു മാതാവിൻ്റെ ഒരു ഗ്രോട്ടോ പോലെ ഉണ്ടായിരുന്നു, അവിടെയും പോയി നമ്മൾ നേർച്ചയൊക്കെ ഇട്ട് പ്രാർത്ഥിച്ചു. പിന്നെ നമ്മൾ ചുമ്മാ ജസ്റ്റ് കടകളൊക്കെ കാണാൻ വേണ്ടി കയറി. അങ്ങനെ ഞാനൊരു ഇങ്ങനൊരു കൊലുസിൻ്റെ കട കണ്ടു. അങ്ങനെ ഞാൻ ആ കൊലുസിൻ്റെ കടയിലൊക്കെ നോക്കി ഇങ്ങനെ നിൽക്കുമായിരുന്നു. അങ്ങനെ എനിക്ക് ഒരെണ്ണം ഇഷ്ടപ്പെട്ടു. ഇതെനിക്കിഷ്ടപ്പെട്ടപ്പോൾ ഞാനതെടുത്തു. ഈ ഒരു കൊലുസ് എടുത്തിട്ടുണ്ട്. ഇത് 180 രൂപ എന്തോ ആയിരുന്നു. പക്ഷേ അത് കൊലുസ് അധികം നാളെ നീണ്ടു നിന്നില്ല. ഇപ്പം ഞാൻ ഈ വീഡിയോ എടുക്കുമ്പോൾ ആ കൊലുസ് നല്ല രീതിയിൽ വെളുത്തിട്ടുണ്ട്. അങ്ങനെ അത് പോയിട്ട് അതിൻ്റെ അടുത്ത് തീരുമാനം. പിന്നെ ഞാനൊരു കരിമ്പിൻ ജ്യൂസ് കുടിച്ചു. ഞാൻ ഇതുവരെയായിട്ടും കരിമ്പിൻ ജ്യൂസ് കുടിച്ചിട്ടില്ല. അങ്ങനെ ഞാൻ ആദ്യമായിട്ടൊരു കരിമ്പിൻ ജ്യൂസ് കുടിക്കാമെന്ന് വെച്ചാൽ അതങ്ങ് കുടിച്ചിട്ടുണ്ട്. പിന്നെ നമ്മളിങ്ങനെ ചുറ്റി നടക്കുമായിരുന്നു. എനിക്ക് പല്ല് കമ്പിയിട്ടിരിക്കുന്നുണ്ട്. ഇതുപോലത്തെ കടിക്കുന്ന സംഭവങ്ങളൊക്കെ മേടിക്കാൻ കുറച്ച് പാടായിരുന്നു. പക്ഷേ കഴിഞ്ഞതിൻ്റെ മുമ്പിലത്തെ വർഷമൊക്കെ ഞങ്ങൾ ഒരുപാട് സാധനങ്ങൾ വാങ്ങിച്ചിട്ടുണ്ട്. ഇത്തവണ കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിച്ചുള്ളായിരുന്നു. പിന്നെ നമ്മൾ കുറച്ച് ദൂരം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നടന്നു. കുറച്ച് മോതിരമൊക്കെ നോക്കി, അതിനകത്ത് 2-3 എടുത്തു. അങ്ങനെയൊക്കെ നമ്മൾ നടന്നു. പിന്നെ ആണെങ്കിൽ നമ്മൾ ഐസ്ക്രീം കഴിച്ചായിരുന്നു. പിന്നെ കുറച്ച് നോക്കിയപ്പോഴത്തേക്കും കുറച്ച് ചെടികൾ, അമ്മയ്ക്ക് ചെടിപ്രാന്തുള്ളതാണ്, കുറേ റോസും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ നോക്കി. ഒന്നും എടുത്തൊന്നുമില്ല, പക്ഷെ കുറച്ച് നേരമൊക്കെ നോക്കി നിന്ന് നമ്മൾ പിന്നെ അങ്ങ് തിരിച്ചു പോന്നു. ഇത്രയൊക്കെ ഉള്ളൂ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത്.
നമുക്ക് പള്ളിയിലൊക്കെ പോയി പ്രാർത്ഥിച്ച് വരുമ്പോൾ ഒരു പ്രത്യേക ഒരു നമുക്ക് മനസ്സിന് ഫുള്ള് ശാന്തി വരും. പ്രത്യേകിച്ച് എനിക്ക് എടത്വാ പിന്നെ വേറൊരു പള്ളിയുണ്ട്, ഞാൻ എടത്വായ്ക്ക് നിന്ന് ചേർന്ന് ചമ്പക്കുളം പള്ളി. അതൊക്കെ നമ്മുടെ മനസ്സിന് പ്രത്യേക ഒരു പള്ളികളിൽ നമുക്ക് പോയി പ്രാർത്ഥിക്കുമ്പോൾ ഒരു പ്രത്യേക വൈബാണ് നമ്മുടെ മനസ്സിൽ. ആ ഒരു ഫീല് നമുക്ക് ശരിക്കും കിട്ടും. പ്രത്യേകിച്ച് എടത്വാ പള്ളിയിൽ നല്ലൊരു നമുക്കൊരു സമാധാന ഒരു അന്തരീക്ഷമാണ്. നമുക്ക് ചെല്ലുമ്പോൾ തന്നെ നമുക്കൊരു ഇതായിരിക്കും. പ്രത്യേകിച്ച് പള്ളി കാണാനായിട്ട് നല്ല ഭംഗിയാണ്, ബ്യൂട്ടിഫുള്ളാണ് പള്ളി കാണാനായിട്ട്. ഇത്രയും നാൾ പഴക്കമുള്ള പള്ളി, മനസ്സിന് നമുക്ക് സമാധാനവും സന്തോഷവും കിട്ടും. ഇതുപോലുള്ള വീഡിയോസിനായി എൻ്റെ ചാനൽ ഉറപ്പായിട്ടും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ഓക്കെ, ബൈ.